കൈയടിക്കോ ഒന്നാനാം നല്ലൊരിളകവുങ്ങ് ഇല്ല വിരിച്ചാണ്ടണ പാകവുങ്ങ് പാകവുങ്ങ് നല്ല പൂത്താമ്പിന്റെ പൂവൊന്നും ഞമ്മള് കാണൂല ചേച്ചിമാരെ വിളിച്ചാലോ സ്റ്റേജിലേക്ക് ചേച്ചിമാരെ ഇവിടെ ചേച്ചിമാരെല്ലാവരും
താങ്ക് യു സോ മച്ച്. ഇനി പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം എൻഡിലേക്ക് പോവാണ്. ഒരു ലാസ്റ്റ് 4 minutes ഞങ്ങൾ ഒരുമിച്ചുള്ള പെർഫോമൻസോട് കൂടി ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ഈ 2-2.5-3 മണിക്കൂർ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയടി തരുമോ? താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ അറ്റ് ദിസ് ഗ്രൗണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ എല്ലാത്തിനും നന്ദി പറയാണ്. ഒരു കാര്യം കൂടി പറയാണ്, ഞങ്ങൾ ഒരുപാട് ഷോസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ തൊട്ടൊരു കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ല. ഇവിടെ വന്ന അന്ന് മുതൽ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയ സമയം മുതൽ ഈ സമയം വരെ നമ്മുടെ ഇവിടുത്തെ ഓർഗനൈസേഴ്സ്, ഹാർട്ട്സ് ഓഫ് ദം റിയലി സെയിങ് ഫ്രം ദ ഹാർട്ട്, അവർ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യേണ്ടത്. ദ സിൻസിയർ താങ്ക്സ് ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പത്തനംതിട്ട ജില്ലാ മഹോത്സവം, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഫോർ എവരിവൺ. റിയലി ഒരു രക്ഷയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കും, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിപ്പം പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്, കിടിലൻ മെമ്പേഴ്സ്, ഒന്നും പറയാനില്ല. പിന്നെ ഏത് കലാകാരൻ ഏത് വേദിയിൽ പെർഫോം ചെയ്താലും അത് നിങ്ങളെ കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കലയാണ്. സോ വി ഹാവ് മെനി അമേസിംഗ് എഞ്ചിനീയേഴ്സ് ഹിയർ ഫോർ ദ സൗണ്ട് എഞ്ചിനീയർ, ലൈവ് സൗണ്ട്സ്, ലൈറ്റ് ആൻഡ് LED. നല്ലൊരു കൈ കൊടുക്കാം അവർക്ക്. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു അവരുടെ. പ്രത്യേകിച്ച് സൗണ്ട്സിലെ എല്ലാവർക്കും നന്ദി പറയുന്നതിന്റെ ഒപ്പം ഒരാൾക്ക് എടുത്തു പറയണം, നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ എല്ലാ ഹെൽപ്പിന് വേണ്ടി നിന്നതാണ്. സോ അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരോടുള്ള നന്ദി പറഞ്ഞു, ഓർഗനൈസേഴ്സോടുള്ള. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. ഞങ്ങൾ അത്രത്തോളം അവർ കെയർ ചെയ്തു. ഇനി നന്ദി പറയേണ്ടത് നിങ്ങളോട് ഓരോരുത്തരുമാണ്. അതോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരും പുറത്തേക്ക് ഓഡിയൻസിലേക്ക് വന്ന സമയത്ത് നമ്മളോടൊപ്പം കൂടെ നിന്ന് നമ്മുടെ ബൗൺസേഴ്സ് ആയിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ബൗൺസേഴ്സ് ഒക്കെ ശരിക്കും പേര് മാത്രമായിരുന്നു, ശരിക്കും അവരായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം ഡാൻസ് ചെയ്തത്. വന്നതിന് ശേഷം എല്ലാവരും ഡാൻസ് ആയിരുന്നു. അപ്പൊ അതുപോലെ ഇവിടെ ഡാൻസ് ചെയ്തും കൈയടിച്ചും പാട്ട് പാടിയൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക. ഒപ്പം നമുക്കറിയാം, ഈ ഒരു ഷോ എന്ന് പറയുന്നത് അതിന്റെ ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് തീർച്ചയായിട്ടും ദുർഗ തന്നെയാണ്. നല്ലൊരു കൈയടി. കാരണം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരിയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ജ്യോതിഷ് ബാബു, നല്ലൊരു കൈയടി കൊടുക്കുക അദ്ദേഹത്തിനും. താങ്ക് യു സോ മച്ച്. ഇനി ലാസ്റ്റ് 4 minutesലേക്ക് പോവാണ് ഞങ്ങൾ ഒരുമിച്ച്. എനിക്ക് വേണ്ടത്, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, കുറച്ചുപേരൊക്കെ സൈലന്റ് ആയിരുന്നു, കുറച്ചുപേരൊക്കെ വയലന്റ് ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവരും വയലന്റ് ആയേ പറ്റൂ. ലാസ്റ്റ് 4 minutes ആണ്. ഐ റിക്വസ്റ്റ് യു ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ആ ബാക്കിൽ ഇരിക്കുന്നവർ ആ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നേ. ഈ 4 minute നമ്മളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത 4 minutes ആയിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാമാണ്, നിങ്ങളുടെ പരിപാടിയല്ല, ഞങ്ങളുടെ പരിപാടിയല്ല, നമ്മുടെ പരിപാടിയാണ്. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക് വാ, ഓടി വാ. എല്ലാവരും കസേര ഒന്ന് മാറ്റിയിട്ടിട്ട് നിങ്ങൾ അവിടെ തന്നെ ഈ ഫ്രണ്ട്, ആ ബാക്കിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ടിലേക്ക് ഒന്ന് പോരെ. നമ്മൾ 4 minute നമ്മൾ അടിച്ച് പൊളിച്ച് ഇവിടെ നിർത്തും. ഓക്കെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഫ്രണ്ടിലേക്ക് വാ. സ്റ്റേജിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കള് ഫ്രണ്ടിലേക്ക് വരരുത് കേട്ടോ, വീടരുത്. ഓക്കെ, എല്ലാവരും കൂട്ടത്തിൽ നിൽക്കണം കേട്ടോ. നമ്മൾ തുടങ്ങാൻ പോവാണ്.